UGC നെറ്റിന്റെ 30-day ചലഞ്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ 15-day 15ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 15ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. According to UGC regulation 2018 on plagiarism, which of the similarities constitute level 1 plagiarism? Level 1 plagiarism. ഓപ്ഷൻസിനകത്ത് 12%, 42%, 28%, 56% ആൻഡ് 37% ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജുകളാണ് തന്നിട്ടുള്ളത്. UGCയുടെ 2018 റെഗുലേഷൻ അനുസരിച്ച് ലെവൽ 1 പ്ലാജിയറിസം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്താണ് ആൻസർ? ലെവൽ 1 പ്ലാജിയറിസത്തിൻ്റെ ആൻസർ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മറ്റൊരു ഏരിയയാണ് UGCയുടെ 2018 റെഗുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. UGCയുടെ ഈ പ്ലാജിയറിസത്തിനെ കുറിച്ചിട്ടുള്ള ഈ റെഗുലേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. 2018 റെഗുലേഷൻ എന്നുള്ളത് ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഏരിയയിൽ വരുന്ന റിസർച്ച് എത്തിക്സ് എന്നുള്ളൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. UGCയുടെ 2018 പ്ലാജിയറിസം റെഗുലേഷൻ എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെവൽസ് ഓഫ് പ്ലാജിയറിസം, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. UGCയുടെ റെഗുലേഷൻ അനുസരിച്ച് 4 ലെവലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക, UGCയുടെ 2018 റെഗുലേഷൻ അനുസരിച്ച് പ്ലാജിയറിസത്തിനെ 4 ലെവൽസ് ഓഫ് ആണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഒന്നാണ് ലെവൽ 0 എന്നുള്ളത്. ലെവൽ 0 ആണ് ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത്. സിമിലാരിറ്റീസ് അപ് ടു 10%, സിമിലാരിറ്റി 10% വരെ പ്ലാജിയറിസം. എന്താണ് പ്ലാജിയറിസം എന്നുള്ളത് അറിയാലോ. പ്ലാജിയറിസം എന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ടന്റ്, മറ്റൊരു റിസർച്ചിന് വേണ്ടി നടത്തിയിട്ടുള്ള മറ്റൊരാളുടെ കണ്ടന്റ്, അത് റിസർച്ച് ആർട്ടിക്കിളിൽ നിന്നോ നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പ്രോപ്പറായിട്ട് സൈറ്റേഷൻ ഒന്നുമില്ലാതെ നമ്മളുടെ റിസർച്ചിലേക്ക് എടുക്കുക എന്നുള്ള ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ് പ്ലാജിയറിസം എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്യുക എന്നുള്ളത്. സോ ഇങ്ങനെ കോപ്പി ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ഒരു റെഗുലേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് ലെവൽ 0 ആണ്. ലെവൽ 0 എന്ന് പറയുന്നത് 10% വരെയുള്ള സിമിലാരിറ്റീനെ നമ്മൾ പറയുന്നതാണ് ലെവൽ 0 എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ലെവൽ 1 എന്നുള്ളത്. ലെവൽ 1 എന്ന് പറയുന്നത് 10 to 14, 10% മുതൽ 40% വരെയുള്ളതാണ് ലെവൽ 2 എന്നുള്ള ലെവൽ 1 എന്ന് പറയുന്നത്. ലെവൽ 1 എന്ന് പറയുന്നത് 10% മുതൽ 40% വരെ. അതായത് നമ്മുടെ കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പം 10%-നോ 40%-നോ ഇടയിലാണ് നമ്മുടെ പ്ലാജിയറിസം എങ്കിൽ അതിനെ പറയുന്നതാണ് ലെവൽ 1 പ്ലാജിയറിസം എന്നുള്ളത്. അടുത്തൊന്നാണ് ലെവൽ 2 പ്ലാജിയറിസം എന്നുള്ളത്. ലെവൽ 2 എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയുള്ളതാണ് ലെവൽ 2 എന്നുള്ളത്. ഓർത്തിരിക്കുക, ലെവൽ 2 എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 40 to 60% ലെവൽ ഓഫ് പ്ലാജിയറിസം ആണ് ലെവൽ 2 എന്നുള്ളത്. ലാസ്റ്റ് ആണ് ലെവൽ 3 എന്നുള്ളത്. ലെവൽ 3 എന്ന് പറയുന്നത് അബോവ് 60, 60-ന് മുകളിലേക്കുള്ള പ്ലാജിയറിസം ഏത് ലെവലും ആവട്ടെ, 60-ന് മുകളിലേക്കുള്ള എത്ര പെർസെൻറ്റേജും വരുന്നതാണ് ലെവൽ 3 പ്ലാജിയറിസം എന്നുള്ളത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ 4 ലെവലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലെവൽ 0 എന്നുള്ളത് 10% വരെ, ലെവൽ 1 എന്ന് പറയുന്നത് 10 to 40%, ദെൻ ലെവൽ 2 എന്ന് പറയുന്നത് 40 to 60%, ദെൻ ലെവൽ 3 എന്ന് പറയുന്നത് 60, മോർ ദാൻ 60%, 60%-ന് മുകളിൽ ഏത് പ്ലാജിയറിസം ആണ് എന്നുണ്ടെങ്കിലും അതാണ് ലെവൽ 3 എന്നുള്ളത്. സോ ഇതാണ് 4 ലെവൽസ് ഓഫ് പ്ലാജിയറിസം അക്കോർഡിംഗ് ടു UGC. UGCയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ് പെനാൽറ്റീസ് എന്നുള്ളത്. എന്തൊക്കെ പെനാൽറ്റിയാണ് ഓരോ ഡിഫറെന്റ് ലെവലിലാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പെനാൽറ്റിയാണ് അതിനകത്ത് വരിക എന്നുള്ളതാണ്. സബ്മിഷൻ ഓഫ് തിസീസ്, നമ്മൾ ബേസിക്കലി പ്ലാജിയറിസം എന്ന് പറഞ്ഞാൽ തിസീസിന്റെ സബ്മിഷന്റെ സമയത്താണ്. ആദ്യത്തെ ഒന്നാണ് ലെവൽ 0 എന്നുള്ളത്. ലെവൽ 0 എന്ന് പറയുന്നത് 10% ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 10% വരെ പ്ലാജിയറിസം ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പെനാൽറ്റിയും ഇല്ല, നോ പെനാൽറ്റിയാണ്. നോ പെനാൽറ്റി എന്നുള്ളതാണ്. 10% ലെവൽ വരെ നമുക്ക് പ്ലാജിയറിസം അലൗഡ് ആണ്. 10% വരെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് അലൗഡ് ആണ് എന്നുള്ളതാണ് 10% എന്നുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് പെനാൽറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
നെക്സ്റ്റ് വൺ ആണ് ലെവൽ 1 എന്നുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ ലെവൽ 1 എന്തായിരുന്നു എന്നുള്ളത്. ലെവൽ 1 എന്ന് പറയുന്നത് 10 മുതൽ 40% വരെയുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ such students shall be asked to submit a revised script within a stipulated time period 6 months. 6 മാസത്തിനുള്ളിൽ അവരൊരു റിവൈസ് ചെയ്തിട്ടുള്ള തിസീസോ അല്ലെങ്കിൽ ഡിസർട്ടേഷനോ എന്താന്ന് വെച്ചാൽ അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാണ്, 6 മന്തിനുള്ളിൽ, സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്ന് പറയുന്നത് 6 മന്താണ്. ഈ 6 മന്തിനുള്ളിൽ അവർ റിവൈസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത്. റിവൈസ്ഡ് സ്ക്രിപ്റ്റ്, ഓക്കെ, റിവൈസ്ഡ് സ്ക്രിപ്റ്റ് ആയിരിക്കണം. പ്ലാജറിസം ഉള്ള അതേ സ്ക്രിപ്റ്റ് അല്ല, റിവൈസ് ചെയ്തിട്ടുള്ള പ്ലാജറിസം ലെവലൊക്കെ കുറഞ്ഞിട്ടുള്ള 10% താഴോട്ട് വന്നിട്ടുള്ള 6 മന്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പെനാൽറ്റി. നെക്സ്റ്റ് ആണ് ലെവൽ 2 എന്നുള്ളത്. ലെവൽ 2 എന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 40 to 60% ആണ് ലെവൽ 2 എന്നുള്ളത്. ലെവൽ 2 ആണ് എന്നുണ്ടെങ്കിൽ such students shall be debarred from submitting a revised script for a period of 1 year എന്നുള്ളതാണ്. ഓക്കെ, ലെവൽ 2 എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു 40 to 60% വരെയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 1 ഇയറിനുള്ളിൽ ഒരു വർഷത്തേക്ക് അവർ ഡീബാർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാണ്, ലെവൽ 2 എന്നുള്ളതാണ് 1 വർഷത്തേക്ക് അവരെന്ത് ചെയ്യും, ഡീബാർ ചെയ്യപ്പെടും എന്നുള്ള, റീസബ്മിഷനിൽ ഡീബാർ ചെയ്യപ്പെടും എന്നുള്ളതാണ് അവർക്കുള്ള പെനാൽറ്റി എന്ന് പറയുന്നത്. ഡീബാറിങ് എന്നുള്ളതാണ് പെനാൽറ്റി. 1 ഇയറിന്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു തിസീസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ലെവൽ 2യുടെ പെനാൽറ്റി ആയിട്ട് പറയുന്നത്. റിവൈസ്ഡ് സ്ക്രിപ്റ്റ് ഫോർ എ പീരിയഡ് ഓഫ് 1 ഇയർ. നെക്സ്റ്റ് ആണ് ലെവൽ 3 എന്നുള്ളത്. ലെവൽ 3 എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 60% മുകളിലുള്ളതാണ് ലെവൽ 3 എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പെനാൽറ്റി ആയിട്ട് പറയുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ദാറ്റ് പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാം എന്ത് പ്രോഗ്രാമിനാണ് PhDക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും എന്നുള്ളതാണ് ലെവൽ 3യുടെ പെനാൽറ്റി ആയിട്ട് പറയുന്നത്. ഓർത്തിരിക്കുക, 4 ലെവലാണുള്ളത്. ലെവൽ 0, 1, 2, 3 എന്നുള്ള ഇങ്ങനെ 4 ലെവലാണുള്ളത്. ഈ 4 ലെവലിൽ എത്ര പെർസെൻറ്റേജ് ആണ് പ്ലാജറിസം എന്നുള്ളത്, എന്താണ് പെനാൽറ്റി എന്നുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ശ്രദ്ധിക്കുക, ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഏരിയയാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇതൊക്കെ അല്ലേ ലെവൽ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ലെവൽസ് എന്നുള്ളതും എന്തൊക്കെയാണ് ഓരോ ലെവൽസിനുള്ള പെനാൽറ്റി എന്നുള്ളതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. ഇതായിരുന്നു ചോദിച്ചിട്ടുള്ളത്. UGC 2018 റെഗുലേഷൻ അനുസരിച്ച് ലെവൽ 1 വരുന്നത് ഏതാണ് എന്നുള്ളതാണ്. എന്തായിരുന്നു ലെവൽ 1? എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ലെവൽ 1? എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ലെവൽ 1? യെസ്, എത്രയായിരുന്നു ലെവൽ 1 എന്നുള്ളത്? ലെവൽ 1 എന്ന് പറയുന്നത് 10 മുതൽ 40 വരെ 10 to 40% വരുന്നതാണ് ലെവൽ 1 പ്ലാജറിസം എന്നുള്ളത്. സോ ലെവൽ 1 എന്ന് പറയുന്നത് ഏതൊക്കെ ഉണ്ടാവും? 12 ഉണ്ടാവും, അതുപോലെ 28 ഉണ്ടാവും, അതുപോലെ 37 ഉണ്ടാവും. ACE എന്നുള്ള, സോ ACE എന്നുള്ളതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടി പറയാണ്, ലെവൽ 1 എന്ന് പറയുന്നത് 10 to 40 എന്നുള്ളതാണ്. 10% മുതൽ 40% വരെയുള്ളതാണ് ലെവൽ 1. അത് അപ്പോൾ 12% എന്നുള്ളത് ലെവൽ 1 ആണ്, 28% ലെവൽ 1 ആണ്, 37% എന്താണ് ലെവൽ 1 ആണ്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് എന്താണ്? 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. According to UGC Regulation 2018 on plagiarism, a student's registration in the PhD program will be cancelled for which of the following similarities percentage in the thesis? ഇതിൽ എത്ര പെർസെൻറ്റേജ് വരുമ്പോഴാണ് ആ സ്റ്റുഡൻറ്റിൻ്റെ PhD പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ PhD പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിമിലാരിറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്ലാജറിസം ലെവൽ എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിനകത്തുള്ളത് 37, 46, 58, 62 and 78 എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ അപ്പം എന്തായിരിക്കും? ഏത് ലെവലിലാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2018 റെഗുലേഷൻ അനുസരിച്ച് ഏത് ലെവലിലാണ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്, ആ ലെവലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? യെസ്, ഡി ആൻഡ് ഇ. ഡി എന്തായിരുന്നു? 62, ഇ എന്തായിരുന്നു? 78. എത്രയായിരുന്നു ലെവൽ 4 എന്ന് പറയുന്നത്? ലെവൽ 3 എന്ന് പറയുന്നത് ലെവൽ 3യിലാണല്ലോ ക്യാൻസലേഷൻ വരുന്നത്. ലെവൽ 3യുടെ പെനാൽറ്റിയാണ് ക്യാൻസലേഷൻ വരുന്നത്. ലെവൽ 3 എന്ന് പറയുന്നത് എത്രയായിരുന്നു? അബോവ് 60% പ്ലസ് അബോവ് 60% വരുന്ന ഏതും നമ്മൾ പറഞ്ഞു അതെന്താണ്? ലെവൽ 3 ലെവൽ പ്ലാജറിസം ആണ് എന്നുള്ളത്. സോ അതാണ് 62% 78% ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എങ്ങനെയാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ വന്നാൽ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി കാണുമല്ലോ. അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്ലാജറിസം, എന്തൊക്കെയാണ് ഡിഫറെന്റ് ലെവൽസിനുള്ള പെനാൽറ്റി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇനി പ്ലാജറിസത്തിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ UGC റെഗുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അത് വർക്കൗട്ട് ചെയ്യാൻ, അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടന്റുമായി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.